എൻ്റെ പൊന്നോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീനച്ചാറിൻ്റെ റെസിപ്പി ആയാലോ ഇന്ന്. എന്നാൽ ശരി, ഇതുവരെ ആരും ചെയ്ത് നോക്കാത്ത ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത്. എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ശരി, ഈ മീനച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടി വെക്കാം. ഇനി ഇതിനകത്തേക്കുള്ള മസാലയ്ക്ക് വേണ്ടി ഞാൻ 2 ചെറിയ സവാള ചോപ്പറിനകത്തേക്കൊന്ന് ഇട്ട് കൊടുത്ത് ചെറിയ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ടേ. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ഇതേപോലെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി നിർബന്ധമില്ല, ഞാൻ ഇന്നത്തെ ആവശ്യത്തിന് എടുക്കുന്നത് കൊണ്ടാണ് ഒരു തക്കാളി എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിനകത്ത് എടുക്കുന്നത്. സാധാരണ നമ്മൾ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കൊക്കെ ഉപയോഗിക്കാനുള്ള അച്ചാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലെണ്ണയായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ മീനെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഒരുപാടങ്ങ് ഹാർഡാവണ്ട, എന്നാൽ കുറച്ച് ഹാർഡാവുകയും വേണം. ആ രീതിയിൽ നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതൊന്ന് ഞാൻ ചൂര നമുക്ക് കറിക്ക് വേണ്ടി വാങ്ങുന്നതിൽ നിന്നും മുള്ളില്ലാത്ത കഷ്ണം നോക്കി കുറച്ച് കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നതാണേ. അല്ലാതെ നമ്മൾ മീൻ വാങ്ങുന്നിടത്ത് പറഞ്ഞാൽ നമുക്ക് മുള്ളില്ലാതെ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ അങ്ങനെ വാങ്ങി നമ്മൾ അങ്ങനെയാണ് സാധാരണ അച്ചാറിടാറ്. അപ്പോൾ ഈ മീൻ വറുത്ത എണ്ണയിലേക്ക് ഞാൻ ഈ ആദ്യമേ പറഞ്ഞ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതെങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ ഇരിക്കുന്നത്, പെട്ടെന്ന് ഇത് ചീത്തയായി പോകത്തില്ലേ എന്ന്. സവാള ചേർക്കുന്നത് കൊണ്ട് ഇത് ചീത്തയായൊന്നും പോകത്തില്ല. നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഉപയോഗിക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴത്തേക്കും ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഉപ്പൊക്കെ വീട്ടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ കുറച്ച് മുളക് പൊടി, ഞാനൊരു ചെറിയൊരു സ്പൂണിന് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഒരു ചെറിയ അളവിലേ ചേർക്കുന്നുള്ളൂ. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കടുക് പൊടിച്ചതും ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്തായിരുന്നു. അത് ഞാൻ ഒന്നിച്ചെടുത്ത് വെച്ചത്. അത് ഇതിനകത്തുനിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതും കൂടെ ആയാലും ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിങ്ങനെയല്ല ഇരിക്കേണ്ടുള്ളത്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്നത്തെ ആവശ്യത്തിനേക്ക് എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ദിവസം അധിക ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചാലും മതിയാവും. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് വിനാഗിരിയാണ്. അതും നമുക്ക് മീനൊക്കെ ഇത് കുറച്ചേ ഉള്ളായതുകൊണ്ട് ഞാനൊരു ശകലം വിനാഗിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഇത് എനിക്ക് അധിക ദിവസം വെക്കാനൊന്നുമല്ല, ഇന്നത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചേ വീതിയിട്ടുള്ളൂ. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ആയാലും നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ആയാലും നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു അച്ചാറാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.